എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിവിധമായ പരീക്ഷകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ധൈര്യം തരുന്ന ഒരു മനോഹരമായ ഗീതമാണത്. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ദൈവമല്ല നിങ്ങളെ പരീക്ഷിക്കുന്നത്. നിങ്ങളെ പരീക്ഷിച്ചിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? ദൈവം അനുവദിക്കുന്നതാണ്. ആരാണ് പരീക്ഷിക്കുന്നത്? നമുക്കറിയാം, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നത് സാത്താനാണ്. സാത്താൻ യേശുവിനെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചു. അവനോട് പറഞ്ഞു, നീ ആ ഉയരമുള്ള ഗോപുരത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. യേശുവിനുണ്ടായി പരീക്ഷ. അവനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തിന്മേൽ ഞാൻ നിനക്ക് അധികാരം തരാം. അവനോട് പറഞ്ഞു, നീ കല്ല് അപ്പമാക്കിയാൽ നീ ദൈവപുത്രനാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അവൻ ആരാണ് എന്നതിനെയാണ് സാത്താൻ ചോദ്യം ചെയ്യുന്നത്. അവൻ സാത്താനെ നമസ്കരിക്കാൻ ഒരുങ്ങിയ ആ ആദ്യത്തെ മനുഷ്യനെ പോലെയുള്ള വ്യക്തിയാണോ? അവൻ വാസ്തവത്തിൽ മോശയെപ്പോലുള്ള പ്രവാചകനും കല്ലിനെ അപ്പമാക്കാൻ കഴിയുന്ന, മരുഭൂമിയിൽ മന്ന ഒരുക്കാൻ കഴിയുന്ന ദൈവപുത്രനാണോ? അവൻ വാസ്തവത്തിൽ ദൈവവചനത്തെ വിശ്വസിക്കുന്നുണ്ടോ? ദൂതന്മാരവനെ കാക്കും, അവൻ ചാടിയാലും. അവന് ഈ പരീക്ഷകൾ നേരിട്ടപ്പോൾ യേശു ദൈവവചനത്തിലാണ് ആശ്രയിച്ചത്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അവനാരാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവുമോ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ ഘടന ഉപയോഗിച്ചുകൊണ്ട് യോഹന്നാൻ പറയാണ്, ആദിയിൽ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഇവിടെ അതിനു മുമ്പത്തെ കാര്യം പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയിരുന്നു, വചനം സമം ദൈവം. ആ വചനം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് തോറായാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, സങ്കീർത്തനം 119 പോലെയുള്ള മറ്റ് സങ്കീർത്തനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാർക്ക് അവരുടെ തോറ എന്ന് പറയുന്ന പുസ്തകങ്ങൾ, ആ പുസ്തക കെട്ടാണ്, ആ പുസ്തക സംഗ്രഹമാണ് വചനം. അപ്പോൾ അവർ വചനം എന്ന് പറയുമ്പോൾ അവർ ഋഗ്വേദയല്ല ഉദ്ദേശിക്കുന്നത്, ഖുറാനല്ല ഉദ്ദേശിക്കുന്നത്. വചനം എന്നവർ പറയുമ്പോൾ ഏതോ ഒരു വാക്ക്, ഓം എന്ന് പറഞ്ഞ വാക്കോ അല്ലെങ്കിൽ അഹം എന്ന് പറഞ്ഞ വാക്കോ ഒന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ വചനം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടായി അവർക്ക് ലഭിച്ച തോറ. ആ തോറ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ പുസ്തകമാണ്, ഉടമ്പടിയുടെ ഗ്രന്ഥമാണ് വാസ്തവത്തിൽ. അതിനകത്ത് കഥകളുണ്ട്, അതിനകത്ത് കവിതകളുണ്ട്, ദൈവവുമായുള്ള മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും അനുഭവങ്ങളുണ്ട്, അതിനകത്ത് ദൈവം തന്ന ന്യായപ്രമാണമുണ്ട്. എന്നാൽ അതിനെ മൊത്തത്തിൽ ന്യായപ്രമാണം എന്നാണ് പലപ്പോഴും വിളിക്കാറ്. കാരണം അതനുസരിച്ചാണ് യഹൂദന്മാരുടെ നീതിന്യായ കോടതികൾ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിൽ കേവലം ന്യായപ്രമാണം മാത്രമല്ല ഉള്ളത്,
ന്യായപ്രമാണം ചെറിയൊരു സെക്ഷനാണ്. ഡ്യൂട്രോണമിയിലെ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇനി അത് എക്സോഡസിലുമുണ്ട്. ആ ചെറിയ സെക്ഷൻസിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ സമൂഹത്തിനകത്ത് നിങ്ങൾ ഏതൊക്കെ കൽപ്പനകൾ പ്രമാണിച്ചാണ് ജീവിക്കേണ്ടത്. ആരെങ്കിലും ഈ കൽപ്പനകൾ തെറ്റിച്ചാൽ, ഈ ലോ തെറ്റിച്ചാൽ അവർക്ക് എന്ത് ശിക്ഷ ലഭിക്കണം, ആ ശിക്ഷയ്ക്ക് പരിഹാരം എന്തുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേലുള്ളപ്പോൾ, അവർ ദൈവമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ മേൽ ബാധകമായിട്ടുള്ള ഒരു നിയമാവലിയാണ്. എന്നാൽ ഈ തൗറ എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്. തോറയ്ക്കകത്താണ് ന്യായപ്രമാണം. തോറ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതുപോലെ ആദമിൻ്റെ മേലുണ്ടായിരുന്ന ആദം നിമിത്തം മാനവരാശിയുടെ മേലുണ്ടായിരുന്ന ശാപം, ആ ശാപം മൂലം വന്ന മരണം, ദ്രവത്വം, അതിനെയൊക്കെ നീക്കുന്ന ഒരു അനുഗ്രഹം, ദൈവ സാന്നിധ്യമാകുന്ന അനുഗ്രഹം. കാരണം ആ ദൈവ സാന്നിധ്യമാണല്ലോ മനുഷ്യന് ഏദൻ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ദൈവ സാന്നിധ്യമാകുന്ന അനുഗ്രഹം ഇവരുടെ ഇടയിലേക്ക് പകർന്നു തരുമെന്നും ഇവർ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇവർ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമെന്നും അബ്രഹാമിൻ്റെ സന്തതി ആകുന്ന യേശു ക്രിസ്തു അവസാനം അവൻ മുഖാന്തരം ഭൂമിയിലെ സകല മനുഷ്യരും ഈ അനുഗ്രഹത്തിൽ പങ്കാളികളാകുമെന്നും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സ്പഷ്ടമായിട്ട് അവൻ്റെ പേരും പറഞ്ഞിട്ടില്ലെങ്കിലും അവനെക്കുറിച്ചുള്ള ഹിൻസ് അതിനകത്തുണ്ട്. അബ്രഹാമിൻ്റെ സന്തതി, മോശയെ പോലുള്ള പ്രവാചകൻ, സ്ത്രീയുടെ സന്തതി, സാത്താൻ്റെ തലയെ അവൻ തകർക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. അതെല്ലാം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം, ഇതൊക്കെ മെഷിയായെക്കുറിച്ച്, ഇവരുടെ യഥാർത്ഥ രാജാവിനെക്കുറിച്ച്. ഇസ്രായേലിൻ്റെ രാജാവ് വാസ്തവത്തിൽ ആരാ? ദൈവമാണ് രാജാവ്, ഇവർ പ്രജയാണ്. ഇവർ ദൈവാലയത്തിലെ പുരോഹിതന്മാരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഇവർ ദൈവത്തിൻ്റെ കുടുംബക്കാരാണ്, ഭവനക്കാരാണ്. ദൈവമാണ് ഇവരുടെ പിതാവ്. ഇവർ ദൈവത്തിൻ്റെ ശരീരം പോലെയാണ്. ദൈവം തലയാണ്, ഇവർ ദൈവത്തിൻ്റെ ശരീരം പോലെയാണ്. അങ്ങനെയുള്ള ഒരു ജാതി, ഇവരെ ദൈവം വിളിക്കുന്നത് രാജകീയ പുരോഹിത വർഗം എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾ രാജാക്കന്മാരുമാണ്, പുരോഹിതന്മാരാണ്, നിങ്ങൾ അഭിഷക്തന്മാരാണ്. ദൈവത്തിൻ്റെ അഭിഷേക തൈലം ദൈവം പുരട്ടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മേലെ മാത്രമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. ആ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്നും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ മേലെ ദൈവം അവൻ്റെ അഭിഷേക തൈലം പുരട്ടിയിരിക്കുകയാണ്. നിങ്ങളെ മൊത്തത്തിൽ ദൈവം അവൻ്റെ പ്രജ ആയിട്ട് കാണുന്നു. എന്നാൽ വാസ്തവത്തിൽ ആദ്യമേ വിളിച്ചപ്പോൾ ദൈവം അവരെ കാണാനായിട്ട് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും, ദൈവത്തിൻ്റെ അവകാശികൾ, ദൈവത്തിൻ്റെ പുരോഹിതന്മാർ, ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കേണ്ടവർ. അതാണ് ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ആദാമിന് കൊടുത്ത അതേ വാഗ്ദത്തം തന്നെയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറഞ്ഞാൽ ആദാമിന് കൊടുത്ത അതേ കൽപ്പന തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദാമിന് അത് നഷ്ടപ്പെട്ടു പോയി. അബ്രഹാമിന് ദൈവം ഇത് കൊടുത്തപ്പോൾ ദൈവം അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിക്കകത്ത് ദൈവം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ മൊത്തത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ജീവൻ? ആരോഗ്യം, നല്ല ആരോഗ്യം, നമുക്ക് നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുക, നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക, നമ്മുടെ നാട്ടിൽ നല്ല സമൃദ്ധി ഉണ്ടാകുക. ഇതൊക്കെയാണ് ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? രോഗം, ദാരിദ്ര്യം, ശാരീരികമായ വ്യഥകൾ, വേദനകൾ, മക്കൾക്ക് വ്യാധികൾ, ആദികൾ, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശാപമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ലിസ്റ്റ് അവർക്ക് കൊടുത്തു. നിങ്ങൾ എന്നോടുള്ള നല്ല ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട്, ആ ബന്ധം നിഷേധിച്ചിട്ട് പോവുകയാണെങ്കിൽ
നിങ്ങളുടെ മേലെ ആദമിന് മേലുണ്ടായിരുന്ന പോലെ ശാപം ഉണ്ടാവും. ആ ശാപത്തിൻ്റെ അന്തിമമായ ഫലം എന്ന് പറയുന്നത് നിങ്ങളെ അന്യജാതിക്കാർ കീഴടക്കും, നിങ്ങൾ അവരുടെ അടിമകളായിത്തീരും, നിങ്ങൾ അവരുടെ ഇടയിൽ ചിതറിപ്പോകും. ഇതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രവും ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. അതിൽ അവസാന ഭാഗങ്ങളിലുള്ളത് പ്രവചനമാണെന്നേ ഉള്ളൂ. ഭാവിയിൽ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നു. അവർ വിഗ്രഹങ്ങളെ സേവിക്കും, അവർ അവരുടെ ഇടയിൽ അനീതി പ്രവർത്തിക്കും. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം അവരെ അന്യജാതികളുടെ നടുവിലേക്ക് ചിതറിച്ച് കളയും. അങ്ങനെ ചിതറിച്ച് കളയുമ്പോൾ അവർ കാത്തിരിക്കേണ്ട ഒന്നുണ്ട്. മോശയെപ്പോലുള്ളൊരു പ്രവാചകൻ അവരെ ദൈവസാന്നിധ്യത്തിലേക്ക് വീണ്ടും നയിക്കാൻ വേണ്ടി. മോശെ അവരെ ദൈവത്തിലേക്ക് നയിക്കാനാണല്ലോ വന്നത്. മിസ്രൈമിയെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് അവരെ സീനായി പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന, ദൈവ സാന്നിധ്യത്തോട് അടുപ്പിച്ച ആ മോശയെ പോലെ ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ, എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെ, വേറെ ഏതെങ്കിലും കുടുംബത്തിലല്ല ജനിക്കുക, ഇസ്രായേലിൽ തന്നെയാണ് ജനിക്കുക, യഹൂദനായിട്ട് ജനിക്കുക. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ആ പ്രവാചകൻ പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആ പ്രവാചകൻ ആരാണ്? അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുക്രിസ്തു മരിച്ചു ഉയർത്തു സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ച ശേഷം അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയാണ്, യേശുക്രിസ്തു പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധൻ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലയോ? അതേപോലെ ദൈവം പരിശുദ്ധനായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ യേശുവിന് മൂലം ദൈവം എല്ലാവരുടെയും പാപം ഇട്ടു. പാപമല്ല ഇട്ടത്, പാപം മൂലമുള്ള ദൈവക്രോധം, അതിൻ്റെ ആ ദണ്ഡനം, അതാണ് യേശു അനുഭവിച്ചത്. യേശു പാപിയായിട്ടില്ല, യേശുവിന് മേലെ പാപം ഇട്ടിട്ടില്ല, യേശു ഏറ്റവും മഹാപാപിയായ പോലെ നിന്നില്ല. യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ മേലെ ദൈവത്തിൻ്റെ ക്രോധം വന്നു. വാസ്തവത്തിൽ ആ ദൈവത്തിൻ്റെ ക്രോധം വന്നത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ, യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച യഹൂദന്മാരും അന്യജാതിക്കാരും ആയ റോമക്കാരും അടങ്ങുന്ന ആ കൂട്ടത്തിന്മേലാണ്. ദൈവം കോപിച്ചു. ദൈവം കോപിച്ചിട്ട് ഭൂമി കുലുങ്ങി. ഇതൊക്കെ ദൈവക്രോധത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദൈവം പണ്ട് മോശയ്ക്കെതിരെ കോരവും അവൻ്റെ പുത്രന്മാരല്ല, കോരവും അവൻ്റെ കൂട്ടുകാരും അഭിരാം പോലുള്ള ആളുകളൊക്കെ മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ ദൈവം ഒരു ഭൂകമ്പം ഉണ്ടാക്കി. ഭൂകമ്പം, ദൈവത്തിൻ്റെ ക്രോധം ദൈവം കാണിക്കുന്ന അങ്ങനെയാണ്. ആ ഭൂകമ്പത്തിനകത്ത് കോരവും അഭിരാമും അവരുടെ കുടുംബങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഭൂമി പിളർന്ന് ഭൂമിക്കകത്തോട്ട് പോയി, നശിച്ചുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തെയാണ് വാസ്തവത്തിൽ എന്ത് കാണിക്കുന്നത്? ഈ ഭൂകമ്പം കാണിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് സൂര്യൻ അവൻ്റെ പ്രകാശം തരാത്ത രീതിയിൽ ഇരുട്ടുണ്ടായി. ഭയങ്കര എന്താ പറയുക, ഒരു ഭയാനകമായ അന്തരീക്ഷം ആ സമയത്തുണ്ടായി. അപ്പോൾ ഈ സൂര്യൻ അവൻ്റെ പ്രകാശം തരികയില്ല എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ദൈവക്രോധത്തെയാണ്. നിങ്ങൾ ദൈവക്രോധത്തിൻ്റെ ഏത് പാസേജ് വേണമെങ്കിൽ എടുത്തോ, പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സൂര്യൻ അവൻ്റെ പ്രകാശം തരികയില്ല, അത് ദൈവക്രോധത്തെക്കുറിച്ചാണ് സംസാരിക്കും. ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യരുടെ മേലെ വരികയാണ്. എന്തുകൊണ്ട്? ഇവർ ദൈവം അയച്ച ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാകുന്ന യേശുവിനെ സ്വീകരിക്കാതിരുന്നതുകൊണ്ട്. യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തിരസ്കരിച്ചു എന്ന് മാത്രമല്ല, അവനെ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അവനെ ക്രൂശിൽ ഏറ്റവും ദയനീയമായ, ഏറ്റവും എന്താ പറയുക, നീചമായ ശിക്ഷ, ഏറ്റവും ഹീനമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അവനെ കൊല്ലുകയും ചെയ്തു. അവനെ ആ കൊല്ലുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്തും യേശുവിന് വേണമെങ്കിൽ, മനസ്സ് മാറിയാൽ യേശുവിന് വേണമെങ്കിൽ ഇതൊന്ന് പുറത്തേക്കും വരാം, യേശുവിന് വേണമെങ്കിൽ ഈ പറയുന്ന ദൂതന്മാരെ കൊണ്ട് ഇവരെ നശിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ അവിടെ യേശു പിടിച്ചു നിൽക്കുകയാണ് ഇവർക്ക് വേണ്ടി. മോശെ പോലുള്ള പ്രവാചകനാണ് യേശു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും യേശു അവിടെ നിന്നുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. മോശെ അപേക്ഷിച്ചില്ലേ? വിഗ്രഹങ്ങളെ തേടിപ്പോയ ഇസ്രായേൽ മക്കളുടെ മേലെ ദൈവത്തിൻ്റെ ക്രോധം വന്ന് ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവമേ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അതേമാതിരി യേശു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. അവരുടെ മുഴുവൻ വെറുപ്പും കയ്പും യേശു സഹിക്കുന്നു, ദൈവത്തിൻ്റെ ക്രോധവും സഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ക്രോധം ആസ്വദിച്ച് അവരുടെ മേലെ വരേണ്ടത്, പക്ഷെ അത് മുഴുവൻ ദൈവം ഇവൻ്റെ മേലെ ഇറക്കുകയാണ്. യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് പോലും യഹൂദനായ തൻ്റെ വലതുഭാഗത്തുള്ള കള്ളനും റോമക്കാരനായ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്ന ശതാധിപനും രക്ഷയുടെ പാത ഒരുക്കുകയാണ്. യഹൂദനുമുണ്ട് രക്ഷ, റോമക്കാരനുമുണ്ട് രക്ഷ, ഏത് ജാതിക്കാരനുമുണ്ട് രക്ഷ. യേശു ക്രിസ്തു മുഖാന്തരം യേശു അവരുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് യേശു അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. മനുഷ്യരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെയും എല്ലാ ജാതികളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട്
മാനവരാശിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷ യേശു സഹിച്ചു. അതുകൊണ്ട് പാപക്ഷമ ഉണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന റോമക്കാരനായാലും യഹൂദനായാലും അവന് പാപക്ഷമ ലഭിക്കും. അവൻ യേശു ക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ടുള്ള ആ ബന്ധം, നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ച് സ്ഥാപിച്ചെടുക്കും. ആരൊക്കെ